ഗായ്സ്, തങ്കമണിക്ക് ശേഷം ദിലീപ് തിരിച്ചു വന്നിരിക്കുകയാണ് ആസ് പവി ദ കെയർ ടേക്കർ. ഒരു ബിൽഡിങ്ങിലെ കെയർ ടേക്കറിൻ്റെ റോളാണ് ദിലീപ് ഇവിടെ ചെയ്യുന്നത്. സോ പവി ഇതിൽ നല്ല എന്താ പറയുക, ഒരു NRI, ഭയങ്കര എന്താ പറയുക, ഒരു അനുഭവങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തി. എന്നാൽ കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഒറ്റപ്പെട്ട് ജീവിക്കാനാണ് താല്പര്യം, അങ്ങനെയൊക്കെയുള്ളൊരു കക്ഷി ആണ് ദിലീപിൽ പോർട്രേ ചെയ്യുന്നത്. തങ്കമണിയായിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്, ഭയങ്കര എന്താ പറയുക, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ആൻഡ് തങ്കമണി എന്ന സിനിമ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയൊരു കാര്യം, ദിലീപിൻ്റെ കരിയർ അതോടുകൂടി വച്ച് കെട്ടി കൂട്ടുന്നതായിരുന്നു എന്നുള്ളതാണ്. ബട്ട് ഈ ഒരു സിനിമ ദിലീപിൻ്റെ പഴയ കാലത്തെ ആ നടന വൈഭവത്തെ ഒന്ന് എടുത്തു കാണിച്ച്, കക്ഷി ഒന്നും മറന്നിട്ടൊന്നുമില്ല, പഴയതുപോലെയൊക്കെ അഭിനയിക്കാൻ അറിയും എന്ന് ഈ ഒരു സിനിമ എടുത്ത് കാണിക്കുന്നുണ്ട്. അടിപൊളി സിനിമ ഗൈസ്. തുടക്കത്തിൽ ഹൗസ്ഫുള്ളൊന്നും ആയിരുന്നില്ല, കാരണം ഈ ഒരു സിനിമ റിലീസായത് എലക്ഷൻസിന് നടുവിൽ വെച്ചിട്ടായിരുന്നു. സോ തുടക്കത്തിലെ കളക്ഷൻസൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ റിപ്പോർട്ട്സൊക്കെ അതിന് ശേഷമാണ് വന്നു തുടങ്ങിയത്. നല്ല ക്ലാസ് ചിരിക്കാൻ ഉള്ള നല്ല ഫാമിലി എൻ്റർടൈനർ പടം, അതാണ് ഈ ഒരു സിനിമയെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. നൗ വിനീത് കുമാറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. കക്ഷിക്ക് ക്ലൈമാക്സിലൊരു റോളും ഉണ്ട്. ആൻഡ് ദിലീപാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിനിമ. ആൻഡ് അത്യാവശ്യം നായികമാരൊന്നും നിറഞ്ഞു വെച്ചിട്ടുണ്ട്, ഏറെക്കുറെ പുതു നായികമാർ തന്നെയാണ്. ആൻഡ് ഈ സിനിമ സംസാരിക്കുന്നത് പവിനെ കുറിച്ചിട്ടാണ്, പവിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. പവി ഒരു എന്താ പറയുക, കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത, ഒറ്റത്തടിയായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കക്ഷി. ഒരു ബിൽഡിങ്ങിലെ കെയർ ടേക്കറാണ്. അങ്ങനെ പക്ഷേ കക്ഷി താമസിക്കുന്നത് പുറത്തുള്ള ഒരു വാടക വീട്ടിൽ, ഒരു റൂം വാടക എടുത്തിട്ട് താമസിക്കുകയാണ്. കാരണം കക്ഷിയുടെ കൂടെ ഒരു നായയുണ്ട്, ബ്രോ എന്ന് പറഞ്ഞ പട്ടി. കക്ഷിക്കും നല്ല ഒരു സ്ക്രീൻ പ്രസൻസ് ഉള്ള റോൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു നായക്ക്, ബ്രോ എന്ന് പറഞ്ഞ ആ ഒരു നായക്ക്. സോ പവിയുടെ റൂമിൽ കക്ഷി ഒറ്റയ്ക്കാണ്. സോ കക്ഷിയുടെ ലാൻഡ് ലോഡ് മറിയാമ്മ എന്ന് പറയുന്ന കോപ്പ് കക്ഷി പറയാണ്, ഞാൻ ഒരു റൂംമേറ്റിനും കൂടി ഇടാണ്, വാടക വന്നു, നീ ആയിട്ട് കൂട്ടുന്നുമില്ല, നീ ഇത് കൂട്ടി തരണമില്ല. സോ ഞാനൊരു റൂംമേറ്റിനെ കൂട്ടി. സോ പവിക്ക് ആകെ എന്താ പറയുക, ഒരു വല്ലാത്ത ഒരു ഡിസ്റ്റർബൻസായി. കക്ഷിക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന മുറിയിൽ ഒരാൾ കൂടെ വരുന്നു കേൾക്കുമ്പോൾ ഒരു പ്ലാനല്ല. പക്ഷേ കക്ഷി ആ റൂംമേറ്റിനെ കാണുന്നില്ല, കാരണം പവിക്ക് നൈറ്റ് ഡ്യൂട്ടി വരെ ഉണ്ട്. സോ നൈറ്റ് ഡ്യൂട്ടി സമയത്ത് കക്ഷി റൂമിൽ വന്നിട്ട് കിടന്നുറങ്ങണു, തിരിച്ച് രാവിലെ പോകും. രാവിലെയാണ് പവി റൂമിലേക്ക് വരുന്നതും കിടന്നുറങ്ങുന്നതും, ഭക്ഷണം പാചകം ചെയ്യുന്നു, തിരിച്ച് ജോലിക്ക് പോകുന്നതും, വൈകുന്നേരത്തോട് ജോലിക്ക് പോകുന്നു. സോ പരസ്പരം രണ്ടുപേരും തമ്മിൽ കാണുന്നില്ല. പവി പിന്നീട് തിരിച്ചറിയുന്നത് തൻ്റെ റൂംമേറ്റ് ഒരു സ്ത്രീയാണെന്ന്. അത് കേൾക്കുമ്പോൾ പവിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു ചാഞ്ചാട്ടമുണ്ട്. പിന്നീട് അവർ തമ്മിൽ എന്താ പറയുക, കുറിപ്പുകളിലൂടെ ഇങ്ങനെ ആശയവിനിമയം നടത്തി അവർ ചെറിയൊരു പ്രണയം ദിലീപിൻ്റെ ഉള്ളിൽ, പവിയുടെ ഉള്ളിലുണ്ടാകുന്നു. പക്ഷെ പിന്നീട് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ആ ഒരു റൂംമേറ്റ് എന്താ പറയുക, പവിയുമായിട്ടുള്ള സകല കമ്മ്യൂണിക്കേഷൻസും നിർത്തി ആ റൂം വിട്ട് പോകുന്ന ഒരു സ്ഥിതി വരും. അപ്പോൾ പവിക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഡ്രഞ്ചിങ് ഉണ്ട്. അതിനുശേഷം ഉണ്ടാകുന്നതാണ് ക്ലൈമാക്സിലും നല്ല അസൽ കോമഡി കുത്തി നിറച്ച് കയറ്റിയിട്ടുണ്ട്. ഈ ഒരു സിനിമ തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കാനുള്ള നല്ല വകുപ്പുകൾ വച്ചിട്ടാണ്. എന്താ പറയുക, ഫാമിലി എൻ്റർടൈനർ ആണെങ്കിൽ കൂടിയിട്ടും നമ്മുടെ ഇമോഷൻസിലായിട്ട് കരയിപ്പിക്കുക എന്നൊരു അജണ്ട ഈ ഒരു സിനിമയ്ക്കില്ല. നമ്മളവിടെ പിടിച്ചിരുത്തി ഒന്ന് എൻ്റർടൈൻഡ് ആയിട്ട് ഇരിക്കുക, രസിച്ച് കണ്ടിരിക്കുക. നല്ല ഒരു ഫാമിലി സിനിമ. ഫാമിലിന് മാത്രം കാറ്റഗറൈസ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ ഏജ് ഗ്രൂപ്പിനും കണ്ട് രസിക്കാൻ നല്ലൊരു സിനിമയാണത്. 2 പാട്ടുകളുണ്ട്, നല്ല പാട്ടുകൾ. ആൻഡ് നൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അതുകൊണ്ട് തന്നെയാണ് 100% റെക്കമെൻഡ് ചെയ്യുന്നത്. ഐ തിങ്ക് ഇതൊരു 2-3 മാസത്തേക്ക് നല്ല രീതിയിൽ ഓടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. സോ ഗുഡ് ജോബ് ഡൺ ഗൈസ്. ഇങ്ങനത്തെ നല്ലൊരു സിനിമ തന്നതിന് hats off to the entire team. And guys, stay tuned for more. I'll be back with another movie review as usual. And meanwhile, don't forget to enjoy your life.